അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ആക്ച്വലി ഞങ്ങളുടെ പ്ലാനില്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത്, ജഡായു എർത്ത് സെൻ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ജഡായു എർത്ത് സെൻ്റർ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള സർവീസൊക്കെ ആട്ടോ. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ പാടില്ല. അവർ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെള്ളം എടുത്തിരുന്നത്. അപ്പോൾ അതുപോലും അവർ അകത്തോട്ട് വെച്ചത് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. മുകളിലൊന്നും വേസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഈ വരുന്ന ഈ കേബിൾ കാർ കണ്ടോ, ഇതിൽ കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോവുക. 1000 അടി മുകളിലാണ് ഈ പറഞ്ഞ ജഡായു എർത്ത് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വായിച്ചപ്പോൾ അത്രയാണ് ഓർമ്മ, പിന്നെ മറന്നുപോയി. ഇത് ആക്ച്വലി 2 വേക്ക് നമുക്ക് പോകാം. നടന്നു പോകാം, അല്ലാതെ കേബിൾ കാറിലും പോകാം. നടന്നു പോകുമ്പോൾ ഇത് 375 രൂപയാണ്. അതുപോലെ ഇങ്ങനെ കയറുമ്പോൾ 555 രൂപയാണ് കേബിൾ കാറിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമ്മൾ പിന്നെ ആ നേരം ആയതുകൊണ്ട് തന്നെ കാട്ടിൽ കൂടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. വിശ്രമകേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഇതായിരിക്കും ബെറ്റർ എന്ന് എഴുതിയിട്ട് ഇതെടുത്തു കേട്ടോ. വേറൊരു എക്സ്പീരിയൻസും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ കയറി. ഇത് ആക്ച്വലി ഇതിങ്ങനെ സ്ലോയിൽ വരുമ്പോൾ നമ്മൾ ഓടി കയറണം കേട്ടോ. കാരണം തിരക്കി അങ്ങോട്ട് പോകണം കേട്ടോ. പിന്നെ ഒരു കേബിൾ കാറിൽ നമുക്കൊരു 8 പേരിൽ കയറി പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരൊറ്റ ഇതിൽ സെറ്റായി. പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഇതിൽ പോകുമ്പോഴൊക്കെ ഇച്ചിരി പേടിയാവുമെങ്കിലും ബാക്കിയൊക്കെ സൂപ്പറാണ്. നമ്മൾ ദൂരേന്ന് കാണാം നമുക്ക് ഈ സാധനം പരുന്തിനെ. അപ്പോൾ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത കാഴ്ചയൊക്കെ. എനിക്ക് താഴത്തോട്ടൊക്കെ പേടിയായിട്ട് വേണ്ട, എല്ലാത്ത തലകറങ്ങണ പോലെ തോന്നിട്ട് അത്രയും ഉയരത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെ വലിഞ്ഞ് കയറും എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായി. ഞാൻ ആ വഴി പോന്നിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ഞാൻ കയറി വരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ. പിന്നെ എന്തോ ബൈക്കും അങ്ങനെയൊക്കെ വരാം. ഇപ്പം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ടേ. ജഡായുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ആക്ച്വലി ഒരു സ്കൾപ്ചറാണല്ലോ. ആക്ച്വലി ഒരു വലിയൊരു പാറയുടെ ഉണ്ടാക്കിയ വിഷയം പറയുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തന്നെയാണ്. വേൾഡ് ലാർജസ്റ്റ് സ്കൾപ്ചറാണ്, ബേർഡ് സ്കൾപ്ചറാണ്. പിന്നെ അവിടെ എഴുതി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളാണ്. ജഡായുവിൻ്റെ കഥയും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാലോ, രാമായണത്തിൽ സീതാദേവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജഡായു എന്നുള്ളത്. അങ്ങനെ ചുട്ട് ചിറകറ്റ് വീണതാണെന്നൊക്കെയാണ് കഥ, രാവണൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ നമ്മുടെ ശ്രീരാമൻ മോശം കൊടുത്തു എന്നൊക്കെയാണ്. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര വെയിലായിരിക്കുമെന്ന്, പക്ഷേ രക്ഷപ്പെട്ടു. നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഒട്ടും എന്നാൽ വെയിലില്ലാത്ത എന്നൊരു കാമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, സൂത്തിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ഉണ്ടാക്കിയത് രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. ആളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആക്ച്വലി നല്ലൊരു തോട്ടായിപ്പോയി. അത്ര നല്ല. ഇതിൻ്റെ അകത്തൊക്കെ കയറി കാണാൻ പറ്റും, പക്ഷേ ഇപ്പോൾ അതിനെന്ത് മെയിൻ്റെനൻസ് നടക്കുന്ന കാരണം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അതൊരു മിസ്സായിപ്പോയി. ആക്ച്വലി അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് നല്ലൊരു വേർത്താണ്. അല്ലെങ്കിൽ 555 രൂപ വേർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി കാഴ്ച കാണാൻ അടിപൊളിയായിരുന്നു. ഇത് അവിടെ ഉള്ളൊരു ശ്രീരാമക്ഷേത്രമാണ്. അവിടെ പോയി എല്ലാവരും ഒന്ന് ജസ്റ്റ് തൊഴുത് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ കുറേ പേടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റ്. ആ വ്യൂ പോയിൻ്റിൽ നിന്നാണ് ഈ കാണുന്നത് എല്ലാവരും. അവിടെ എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ പോയിൻ്റാണ്. ഗ്ലാസ്സിൽ നിന്ന് ഫോട്ടോ സെഷനൊക്കെ പറ്റിയൊരു ഏരിയ. അവിടെ നിന്ന് പ്രവി എന്തൊക്കെയോ കാണിക്കുവാണ്. ഒന്നുമില്ല കേട്ടോ, ചുമ്മാ പട്ടിഷോ എന്നൊക്കെ പറയുന്ന പോലെയാണ്. വ്യൂ അടിപൊളിയായിരുന്നു. പക്ഷേ ആക്ച്വലി ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഒരു മങ്ങിയൊരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ മൂടുമഞ്ഞും എന്തൊക്കെയോ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതലും. തമിഴ്, ഹിന്ദി ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു 4:30 വരെയും ക്ലോസിങ് ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കേബിൾ കാർ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ പിന്നെയാണ് പണി കിട്ടിയത് മക്കളെ. കാറ്റങ്ങോട്ട് തുടങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായില്ല. കാറ്റെന്ന് മാത്രം പറയാൻ പറ്റില്ല, മഴയും തുടങ്ങിയതോടുകൂടി കേബിൾ കാർ ഓഫ് ചെയ്തു. അത്രയും നേരം കാറ്റും കോളൊക്കെ എൻജോയ് ചെയ്തിരുന്നിട്ട് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പണി പാളിയെന്ന്. അതായത് കേബിൾ കാർ അവർ ഷട്ട് ഡൗൺ ചെയ്തത്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ കാർ മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാറ് ഷട്ട് ഡൗൺ ആയിരുന്നെങ്കിൽ ചിരിയൊക്കെ മാഞ്ഞു കേട്ടോ. ഇവർക്ക് കുഴപ്പമൊന്നുണ്ടായില്ല, എനിക്കായിരുന്നു ടെൻഷൻ. മഴ അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആക്ച്വലി പേടിച്ചു പോയി ഞാൻ. അതായത് ഞങ്ങളുടെ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇന്നിവിടെ പെട്ടുപോകുമോ നാളെ, അല്ലെങ്കിൽ ഇവിടെ നടന്നിറങ്ങാനെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയല്ലോ എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് പറന്നു പോണ കാറ്റ്. അതുപോലെ പാറപ്പുറത്താണ്, അല്ല കുന്നിൻ്റെ മുകളിലാണ് മഴ പെയ്യണതും, കുന്നിൻ്റെ മുകളിലാണ് ആദ്യം മിന്നലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഞാൻ അറിഞ്ഞിട്ടില്ല. മിന്നലും മഴയും വന്നതോടുകൂടി എല്ലാവരും കൂടി ഓടി ഒരു മൂലക്കൊക്കെ എഴുതുന്നതല്ലേ.
കയറി. പക്ഷേ ഇവർ ബാഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സർവീസ് ആയിരുന്നു. കാരണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇത്രയും മഴ കണ്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടും ഇവർ നമ്മളതിൻ്റെ അകത്ത് കയറ്റി എടുക്കുകയോ അല്ലെങ്കിൽ സെക്യൂർ ചെയ്യാൻ നോക്കിയൊന്നും ചെയ്തില്ല. അവസാനം ഞങ്ങൾ ഒച്ച ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞത് സ്റ്റാഫിൻ്റെ വണ്ടിയുണ്ട്, അതിൽ കുറേ പേരെ താഴെ ഇറക്കും, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശ്വാസം നേരെ വീണെന്നൊക്കെ പറയാം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തു മുകളിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, ബീച്ചിൽ പോകാൻ പറ്റില്ല, സൺസെറ്റ് കാണാൻ പറ്റില്ല, എല്ലാം പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു സ്റ്റാഫ് വണ്ടിയിൽ തന്നെ ഇറങ്ങേണ്ടി വരുമായിരിക്കും, അപ്പോൾ കുറേ ലേറ്റ് ആവുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കേബിൾ കാർ വർക്ക് ചെയ്തിട്ട് മഴയൊക്കെ മാറി. മിന്നലൊക്കെ അടിപൊളി മിന്നലായിരുന്നു, കണ്ണടിച്ച് പോകുന്ന മിന്നലായിരുന്നു, പേടിച്ച് ശരിക്കും. പിന്നെ ഞങ്ങളൊരു വെറൈറ്റി എക്സ്പീരിയൻസ്, അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പ്ലാൻസ് ഒന്നും വർക്ക് ആവില്ലല്ലോ. പിന്നെ അത് ആ സർക്കംസ്റ്റൻസിനനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഒരുപാട് ഫോട്ടോസും മെമ്മറീസൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ.